നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരളം നാളെ ബൂത്തിലേക്ക്. രാവിലെ 7-ന് വോട്ടെടുപ്പ് തുടങ്ങും. പ്രതീക്ഷയോടെ മുന്നണികൾ. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. ഉദ്യോഗസ്ഥർ ഏറ്റെടുത്ത് ബൂത്തിലേക്ക് കൊണ്ടുപോയത് 100-ലധികം സാധനങ്ങൾ. മണർകാട് തലപ്പാടിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചു. കൊട്ടാരക്കര സ്വദേശികൾക്ക് ഗുരുതര പരിക്ക്. വാർത്തകൾ വിശദമായി. കേരളം നാളെ ബൂത്തിലേക്ക്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 13-നും തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാം. ഇന്ന് നിശബ്ദ പ്രചാരണമാണ് എങ്ങും നടന്നത്. വേനൽ ചൂടിനെയും കാറ്റിൽ പറത്തി തിരഞ്ഞെടുപ്പ് ചൂട്. പൂരപ്പകിട്ടിനെ വെല്ലുന്ന പകിട്ടോടെ ഇന്നലെ വൈകിട്ട് നടന്ന കലാശക്കൊട്ടിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നടന്നത്. നാളെ കേരളം ഒന്നാകെ കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. കോട്ടയം ജില്ലയിൽ ആകെ 16,33,399 പേരാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. തിരിച്ചറിയൽ രേഖയും വോട്ടിംഗ് സ്ലിപ്പുമായി പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് തന്റെ വോട്ട് രേഖപ്പെടുത്തി അതിന്റെ അടയാളമായി തന്റെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി അടയാളവുമായി മടങ്ങാം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോട്ടോ ID കാർഡ്, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട് അടക്കം ഫോട്ടോ പതിച്ച മറ്റ് 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയൽ രേഖയായി കൊണ്ടുപോകാം. പോളിംഗ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾ, പുരുഷന്മാർ, ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ മുതിർന്നവർ എന്നിങ്ങനെ 3 തരത്തിലുള്ള ക്യൂ ആവും ഉണ്ടാവുക. ബൂത്തിനകത്തേക്ക് ഒരേ സമയം 3 മുതൽ 4 പേരെ മാത്രമേ പ്രവേശിപ്പിക്കൂ. മുതിർന്ന പൗരന്മാർക്കും ഗർഭിണികൾക്കും കൈക്കുഞ്ഞുമായി എത്തുന്ന സ്ത്രീകൾക്കും മുൻഗണന ലഭിക്കും. വോട്ടിംഗ് തീരുന്ന സമയമായ വൈകിട്ട് 6 മണിക്ക് ക്യൂവിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. പുതുതായി ആരെയും പ്രവേശിപ്പിക്കില്ല. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. സമാധാനപരവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. പത്തനംതിട്ട മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് HSSലും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലും വെച്ചാണ് വിതരണം ചെയ്തത്. പോളിംഗ് ഉദ്യോഗസ്ഥർ സാമഗ്രികൾ ഏറ്റുവാങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. പോളിംഗ് ഉദ്യോഗസ്ഥർ സാമഗ്രികൾ ഏറ്റുവാങ്ങി ബൂത്തുകളിലേക്ക് കൊണ്ടുപോയി. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ കാഞ്ഞിരപ്പള്ളിയിലെ 2 കേന്ദ്രങ്ങളിൽ നിന്നാണ് വിതരണം ചെയ്തത്. കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിതരണം ചെയ്തത്. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ സാമഗ്രികൾ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ നിന്നും വിതരണം ചെയ്തു. വോട്ടെടുപ്പിനായി ബൂത്തുകളിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ മുതൽ മുട്ടുസൂചി വരെയുള്ള 100-ലധികം സാധനങ്ങളാണ് ഉദ്യോഗസ്ഥർ ഏറ്റെടുത്ത് കൊണ്ടുപോയത്. ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, വിവിപാറ്റ് മെഷീൻ, വിവിധയിനം പോസ്റ്ററുകൾ, വോട്ടർമാരുടെ രജിസ്റ്റർ, വോട്ടേഴ്സ് സ്ലിപ്പുകൾ, വോട്ടർ പട്ടിക, സ്ഥാനാർത്ഥി പട്ടിക, ടെൻഡർ വോട്ട് ചെയ്യുന്നവർക്ക് നൽകേണ്ട ബാലറ്റ് പേപ്പർ, കൈവിരലിൽ പുരട്ടുന്ന മഷി, വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റും സീൽ ചെയ്യുന്നതിനുള്ള ടാഗ്, EVM-നുള്ള ഗ്രീൻ സീൽ, റബ്ബർ സീലുകൾ, സ്റ്റാമ്പ് പാഡ്, തീപ്പെട്ടി, പ്രിസൈഡിംഗ് ഓഫീസർക്കുള്ള ഡയറി, വിവിധ തരം എൻവലപ്പുകൾ, മൊട്ടുസൂചി, വെള്ള പേപ്പർ തുടങ്ങി 19 സാമഗ്രികൾ ഉൾപ്പെടുന്ന സ്റ്റേഷനറി കവർ ഉൾപ്പെടെ 100-ലധികം സാമഗ്രികളാണ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയത്. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർ ഉൾപ്പെടുന്നതാണ് ഉദ്യോഗസ്ഥ സംഘം. പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്നതിനായി ബസ്സുകൾ, ജീപ്പുകൾ എന്നിവയും സജ്ജമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ജനങ്ങൾ വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ തീപാർന്ന പോരാട്ടം നടന്ന മണ്ഡലങ്ങളായിരുന്നു കോട്ടയവും പത്തനംതിട്ടയും. കോട്ടയം മണ്ഡലത്തിൽ 12,54,823 പേരും പത്തനംതിട്ടയിൽ 3,78,576 പേരും ജനവിധി എഴുതും. കേരളത്തോടൊപ്പം കോട്ടയം ജില്ലയും വിധിയെഴുതാൻ ഇനി ഒരു രാത്രിയുടെ ദൂരം മാത്രം. തീപാറുന്ന പോരാട്ടം നടക്കുന്ന കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങൾ ശ്രദ്ധാകേന്ദ്രങ്ങൾ തന്നെയായിരുന്നു. കോട്ടയം മണ്ഡലത്തിൽ സിറ്റിംഗ് MPയായ തോമസ് ചാഴികാടന് പുറമെ കോൺഗ്രസിന്റെ ഫ്രാൻസിസ് ജോർജും NDAയുടെ തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടെ 14 പേരാണ് ജനവിധി തേടുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിൽ സിറ്റിംഗ് MPയായ ആന്റോ ആന്റണിക്ക് പുറമെ LDFലെ ഡോക്ടർ TM തോമസ് ഐസക്കും NDAയിൽ നിന്ന് അനിൽ K ആന്റണിയും ഉൾപ്പെടെ 8 പേരാണ് ജനവിധി കാത്തുനിൽക്കുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കോട്ടയം മണ്ഡലത്തിൽ 12,54,823 പേരും കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ 3,78,576 വോട്ടർമാരും സ്ഥാനാർത്ഥികളുടെ വിധി പറയും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉയർത്തുന്നതിനുള്ള പ്രചാരണങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി കോട്ടയത്ത് പ്രചരണം നടത്തി. മധുരം നൽകിയാണ് വോട്ട് ചെയ്യാൻ കളക്ടർ അഭ്യർത്ഥിച്ചത്.
തെരഞ്ഞെടുപ്പാണ്, വോട്ട് ചെയ്യാൻ മറക്കരുത്. മിഠായി പിൻ ചെയ്ത കാർഡ് കൈമാറിക്കൊണ്ട് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നാഗമ്പടം ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പങ്കാളിത്തം ഉയർത്തുന്നതിനുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ അഭ്യർത്ഥന. നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരോടും ബസ്സുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും ജീവനക്കാരോടും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ മറക്കരുതെന്ന് മിഠായി കൈമാറിക്കൊണ്ട് കളക്ടർ അഭ്യർത്ഥിച്ചു. പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് ജില്ലാ ഭരണകൂടം പരിപാടി നടപ്പിലാക്കിയത്. സ്റ്റാൻഡിൽ കാത്തുകിടന്ന ബസ്സിൽ കയറിയ ജില്ലാ കളക്ടർ യാത്രക്കാർക്ക് മിഠായി പിൻ ചെയ്ത വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കാർഡുകൾ കൈമാറി. സ്റ്റാൻഡിൽ ബസ് കാത്തുനിന്ന യാത്രക്കാർക്കും കച്ചവട സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മധുരം നൽകി. കുട്ടികൾക്കും മധുരം നൽകിയ കളക്ടർ വീട്ടിലുള്ള മുതിർന്നവരോട് നിർബന്ധമായും വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെടണമെന്ന് പറഞ്ഞു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ, ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത്, ബസ് ഉടമ പ്രതിനിധികളായ ജാക്സൺ സി, ജോസഫ്, കെ എസ് സുരേഷ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പാലാ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. പാലാ സെന്റ് വിൻസെന്റ് പബ്ലിക് സ്കൂളിലായിരുന്നു വിതരണം. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സമയത്ത് തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം കേന്ദ്രത്തിൽ ആരംഭിച്ചു. പാലാ നിയോജക മണ്ഡലത്തിൽ 176 ബൂത്തുകളാണുള്ളത്. 704 ജീവനക്കാർക്ക് പുറമെ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. രാമപുരം, ലാലം, കടനാട്, മേലുകാവ്, പുലിയന്നൂർ, ഭരണങ്ങാനം വില്ലേജുകളിലായി 10 പിങ്ക് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം ബൂത്തുകളെല്ലാം ഹരിത സൗഹൃദമായിരിക്കും. കുപ്പിവെള്ളം, ബിസ്ക്കറ്റ് എന്നിവയ്ക്ക് പുറമെ ഇത്തവണ ഉദ്യോഗസ്ഥർക്കായി പായയും ബൂത്തുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പാലാ സ്റ്റേഷൻ പരിധിയിൽ 1 സെൻസിറ്റീവ് ബൂത്താണുള്ളത്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 സെൻസിറ്റീവ് ബൂത്തുകളാണുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലാ. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലുമായി നടനും BJP സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി. രാവിലെ 9:30യോടെയാണ് സുരേഷ് ഗോപി കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയത്. നടനും BJP സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസഫ് പുളിക്കലുമായി കൂടിക്കാഴ്ച നടത്തി. കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെന്ററിലെത്തിയാണ് സുരേഷ് ഗോപി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത്. വികാരി ജനറൽമാരായ ഡോക്ടർ ജോസഫ് മെള്ളമറ്റം, ഡോക്ടർ കുര്യൻ താവരശ്ശേരി, ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ബിഷപ്പ് ഹൗസിൽ നിന്ന് പാസ്റ്റർ സെന്ററിലെത്തിയ രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കലിൽ നിന്നും സുരേഷ് ഗോപി അനുഗ്രഹം തേടുകയും ചെയ്തു. രാവിലെ 9:30ഓടെയാണ് സുരേഷ് ഗോപി പാസ്റ്റർ സെന്ററിലെത്തിയത്. പ്രാദേശിക നേതൃത്വത്തെ അറിയിക്കാതെയായിരുന്നു സുരേഷ് ഗോപിയുടെ വരവ്. സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഒരിക്കലുമല്ല, രാഷ്ട്രീയമില്ല. എന്റെ പ്രൈവറ്റ് അഫയറാണ്. അത് നേരത്തെ ഉണ്ട്. ഞാൻ ഈ പള്ളിയിൽ വന്നതിന്റെ പിറകെ കുറച്ച് സന്ദർശനങ്ങൾ അതിന്റെ ഭാഗമാണ്. രൂപത കേന്ദ്രത്തിന്റെ പ്രതികരണവും ഇതുതന്നെയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയത്ത് മത്സരം NDAയും UDFും തമ്മിലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തുഷാർ. കോട്ടയത്ത് മത്സരം NDAയും UDFും തമ്മിലാണെന്ന് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പിന്നാക്കം പോയെന്നും തുഷാർ പറഞ്ഞു. ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ചാഴിക്കാടൻ വളരെ പിന്നോക്കമാണ്. അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അത് ഇപ്പം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ UDFും NDAയും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥ പിക്ചർ എന്ന് പറയുന്നത്. പരാജയഭീതി പൂണ്ട സ്ഥാനാർത്ഥിയുടെ ആളുകൾ വ്യക്തിപരമായ ആക്ഷേപവുമായി വീടുകളിൽ ലഘുലേഖ വിതരണം ചെയ്യുകയാണ്. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുള്ള പ്രചരണം അവർക്ക് തിരിച്ചടിയാകുകയുള്ളൂവെന്നും NDA ഒറ്റക്കെട്ടാണെന്നും വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തലപ്പാടിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കൊട്ടാരക്കര സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. മണർകാടിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. കൊട്ടാരക്കരയിൽ നിന്നും മണർകാട് പള്ളിയിലേക്ക് യാത്ര തിരിച്ച കുടുംബമാണ് മണർകാട് കവലയ്ക്ക് 1 കിലോമീറ്റർ മുമ്പ് തലപ്പാടി ജംഗ്ഷനിൽ വെച്ച് നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന നാഷണൽ പെർമിറ്റ് ലോറിയിലിടിച്ചത്. കൊട്ടാരക്കര സ്വദേശി സജീവനും കുടുംബവുമാണ് കാറിൽ സഞ്ചരിച്ചത്. ഇവരെ പരിക്കുകളോടെ മണർകാട് സെന്റ് മേരീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സംഭവസ്ഥലത്തെത്തി. കാർ ഓടിച്ചിരുന്ന സജീവൻ മയങ്ങിപ്പോയതാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള കാരണമെന്നാണ് അറിയുന്നത്. ന്യൂസ് ബ്യൂറോ, മണർകാട്.
നടൻ സുരേഷ് ഗോപി അരുവിത്തുറ പള്ളിയിൽ സന്ദർശനം നടത്തി. തൃശൂരിൽ നടന്ന കൊട്ടിക്കലാശത്തിന് ശേഷം ബുധനാഴ്ച രാത്രിയിലാണ് സുരേഷ് ഗോപി എത്തിയത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അരുവിത്തുറ പള്ളിയിൽ സന്ദർശനം നടത്തി. തൃശൂരിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്ത ശേഷം രാത്രി 10:30യോടെയാണ് സുരേഷ് ഗോപി അരുവിത്തുറയിലെത്തിയത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജും വൈദികരും ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. പള്ളിക്ക് പുറത്ത് നിലവിളക്കിൽ എണ്ണയൊഴിച്ച ശേഷം അദ്ദേഹം തിരുനാളിന്റെ ഭാഗമായി മോളത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന വല്യച്ഛന്റെ രൂപത്തിന് മുന്നിലെത്തി പ്രാർത്ഥിച്ചു. പള്ളിക്കുള്ളിലും സന്ദർശനം നടത്തി. പള്ളിയിലുണ്ടായിരുന്ന വൈദികരുമായും അദ്ദേഹം കുശലാന്വേഷണം നടത്തി. തിരുനാളിന്റെ ഭാഗമായി പള്ളിയിൽ എത്തിയ എല്ലാ ഭക്തജനങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു. പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാണെന്നും അരുവിത്തുറ വല്യച്ഛനോടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഇത്രയും ദൂരം താണ്ടി അരുവിത്തുറയിലെത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊപ്പം സെൽഫി എടുത്ത ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൺസാമയുടെ കബറിടത്തിലും പാലാ കുരിശുപള്ളിയിലും സന്ദർശിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം ജില്ലയെക്കുറിച്ചുള്ള സചിത്ര വർണ്ണനകളുമായി പോളിംഗ് ബൂത്തുകളിലേക്ക് സ്വാഗതമോതാൻ കോട്ടയം ഡൂഡിലുകൾ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലയുടെ വിവിധ പോളിംഗ് ബൂത്തുകളിലാണ് സ്വാഗതവും നെയിം ബോർഡുകളുമായി ഡൂഡിലുകൾ സ്ഥാപിക്കുന്നത്. കോട്ടയത്തിന്റെ സവിശേഷതകൾ അടയാളപ്പെടുത്തി ചിത്രകാരിയായ ശില്പയാണ് ഡൂഡിലുകൾ വരച്ചത്. അറിയിപ്പ്: കാഞ്ഞിരപ്പള്ളി രൂപത മാനേജ്മെന്റിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, കണക്ക്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടാൻ താൽപ്പര്യമുള്ളവർ പാസ്റ്റൽ സെന്ററിലുള്ള വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും അപേക്ഷാ ഫോം വാങ്ങി മതിയായ രേഖകൾ സഹിതം മെയ് 10-നകം സമർപ്പിക്കണം. വിവരങ്ങൾക്ക് ഫോൺ 0482820594. സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിലെ 3 വർഷ PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ബിരുദധാരികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ, സിനിമോട്ടോഗ്രഫി, എഡിറ്റിംഗ്, ഓഡിയോഗ്രഫി, ആക്ടിംഗ്, ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് എന്നീ വിഷയങ്ങളിൽ റെസിഡൻഷ്യൽ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓരോ വിഭാഗത്തിലും 10 സീറ്റുകളാണ് ഉള്ളത്. ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷയും തുടർന്ന് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷനും അഭിമുഖവും വഴിയാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.krnnivasa.com. വിവരങ്ങൾക്ക് ഫോൺ 9061706113. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം നാളെ ബൂത്തിലേക്ക്. രാവിലെ 7-ന് വോട്ടെടുപ്പ് തുടങ്ങും. പ്രതീക്ഷയോടെ മുന്നണികൾ. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. ഉദ്യോഗസ്ഥർ ഏറ്റെടുത്ത് ബൂത്തിലേക്ക് കൊണ്ടുപോയത് 100-ലധികം സാധനങ്ങൾ. മണർകാട് തലപ്പാടിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചു. കൊട്ടാരക്കര സ്വദേശികൾക്ക് ഗുരുതര പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.